നമ്മൾ പ്ലാനിങ്ങിനെ കുറിച്ച് സംസാരിച്ചു, ഫിനാൻഷ്യൽ പ്രൊജക്ഷനെ കുറിച്ച് സംസാരിച്ചു, അതിൽ ബെസ്റ്റ് കേസ് വേസ്റ്റ് കേസ് ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഇന്ന് സംസാരിച്ചു. പക്ഷേ എന്നാലും കച്ചവടത്തിൽ ഇനിയും എവിടെയൊക്കെയോ തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. ഈ സംസാരിക്കുന്നതൊക്കെ ഒരു റിയാലിറ്റി കേസ് എടുത്തുകൊണ്ടാണ്. ഒരു സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്രോസറി സ്റ്റോർ നമുക്ക് ഉദാഹരണത്തിന് എടുക്കാം. 3 വിഷയത്തിലൂടെ നമുക്ക് ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഒന്ന്, ക്യാഷ് കളക്ഷനെ കുറിച്ചിട്ടാണ്. ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു ഗ്രോസറി ഷോപ്പിലോ സെയിൽസ് നടക്കുന്നതിൽ നിന്ന് ക്യാഷുകൾ ഒരു കൗണ്ടറിൽ കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു കൗണ്ടറിൽ 20,000 രൂപേൻ്റെ സെയിൽസ് നടക്കുന്നുണ്ട്. കൗണ്ടർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് സെയിൽസ്മാൻ എത്തിക്കുന്നത് 18,000 രൂപയാണ്. നിലവിൽ അവിടെ ഒരു കളവ് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇത് ബിസിനസ്സിൽ വരുന്ന ഒരു ലോസാണ്. രണ്ടാമതായിട്ട് നമ്മൾ സംസാരിക്കുന്നത്, നമ്മളൊരു ബിസിനസ്സിലേക്ക് ഫണ്ട് എവിടെ നിന്ന് കണ്ടെത്തണം, അത് എങ്ങനെയായിരിക്കണം. ഞാൻ പറയും, ഏറ്റവും ഉചിതമായത് സ്വന്തം കയ്യിലുള്ള ക്യാഷ് കൊണ്ട് ചെയ്യുക. ഇനി അതിന് നമുക്ക് യോജിക്കുന്ന ഒരു പാർട്ട്ണറെ കണ്ടെത്താം. ഈ പാർട്ട്ണറെ കണ്ടെത്തുമ്പോൾ സാമ്പത്തികം എന്നുള്ള വിഷയം വെച്ചുകൊണ്ടല്ല പാർട്ട്ണറെ കാണുന്നത്. നമുക്ക് ഇല്ലാത്തൊരു കഴിവിനെ മറികടക്കാൻ പറ്റുന്ന ഒരു കഴിവുള്ള ഒരു വ്യക്തിയെ കണ്ടെത്തുക. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നിശ്ചിത ശതമാനവും ക്യാഷും കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ ക്യാഷ് ബിസിനസ്സിലേക്ക് ഇറക്കുന്ന സമയത്ത് ഒരു 50% നമുക്ക് സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ 30% ദൈനംദിന ചെലവുകൾക്ക് വാടക കൊടുക്കുന്നതിന്, വൈദ്യുതി, സ്റ്റാഫിൻ്റെ സാലറി, ബിസിനസ്സിൻ്റെ ദൈനംദിന കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗപ്പെടുത്താം. ബാക്കി 20% ഒരു എമർജൻസി ഫണ്ടായിട്ട് നിർബന്ധമായിട്ടും മാറ്റിവെക്കുക എന്നുള്ളതാണ്. പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായുള്ള ചിലവുകളൊക്കെ വരുന്ന സമയത്ത് ക്യാഷ് ബുദ്ധിമുട്ട് വരാതെ അത് ബിസിനസ് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മൂന്നാമതായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ഓവർ എസ്റ്റിമേറ്റിംഗ് സ്റ്റോക്കുകളാണ്. ഉദാഹരണത്തിന് പറഞ്ഞാൽ, സ്ഥാപനത്തിലേക്ക് ഇറക്കുന്ന സ്റ്റോക്കുകൾ കൃത്യമായിട്ട് ഒരു ബോധമില്ലാതെ അതിനെക്കുറിച്ച് എത്രമാത്രം സ്റ്റോക്കുകൾ ഇവിടെ പോകുന്നുള്ള പ്രൊഡക്റ്റും, അല്ലെങ്കിൽ ഫാസ്റ്റ് മൂവിങ് എന്ത്, ലോ മൂവിങ് എന്ത്, സ്ലോ മൂവിങ് എന്ത്, ഇതൊന്നും മനസ്സിലാവാതെ ഇറക്കുന്നത് കൊണ്ട് നമുക്കൊരുപാട് സ്റ്റോക്കിൽ ലോസ് വരുന്നു, സ്റ്റോക്ക് ഒരുപാട് മുടങ്ങിക്കിടക്കുന്നു. ഇങ്ങനെയും എന്ത് ചെയ്യുന്നു, ഒരു പ്ലാൻ ഇല്ലാതെ ഇവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 കാര്യത്തിലും നമ്മളുടെ ബിസിനസ് പ്ലാന് കറക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലെല്ലാം ബിസിനസ്സിൽ ലോസ് സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്ത് ചെയ്യണം? ക്യാഷിൻ്റെ കളവ് തടയാൻ ഡിജിറ്റൽ ബില്ലിംഗ് സംവിധാനം ഉറപ്പുവരുത്തുക. CCTV കൃത്യമായിട്ട് സംവിധാനങ്ങൾ വരുത്തുക. കൂടാതെ ഇന്ന് എവിടെയും കാണപ്പെടാത്ത, അല്ലെങ്കിൽ ചില ആളുകളൊക്കെ ചെയ്യുന്നുണ്ടാകാം, എന്നാൽ ഏത് ചെറുകിട ബിസിനസ്സുകാർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, കൗണ്ടറിൽ ഒരു മിന്നൽ പരിശോധന നടത്തുക. എന്നാൽ സ്റ്റാഫുകൾ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് വിജിലൻ്റ് ആവും. കൗണ്ടറിൽ നടക്കുന്ന ക്രമക്കേടുകൾ തടയാൻ ഇതൊരു പരിധിവരെ സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒന്ന് റീക്യാപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഫണ്ടുകൾ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള സ്വന്തം കയ്യിൽ വെച്ച ഫണ്ട് കൊണ്ട് ചെയ്യുക, അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ളൊരു പാർട്ട്ണറെ കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ 30% വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് മാറ്റിവെക്കുക, 20% എമർജൻസി ഫണ്ടിലേക്ക് മാറ്റിവെക്കുക. നിൻ്റെ ബിസിനസ് പ്ലാനിൽ ഇങ്ങനെ തെറ്റുകളുണ്ടോ? ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടാണോ നിങ്ങളൊക്കെ ബിസിനസ് ചെയ്യുന്നത്? എന്നാൽ ഇപ്പോൾ തന്നെ ഒന്ന് ചിന്തിച്ചിട്ട് കൃത്യമായിട്ടൊരു മറുപടി പറയും. ഇസ്മായിൽ തിരൂർ ഇത്തരത്തിലുള്ള റിയാലിറ്റി കേസുകൾ വെച്ചുകൊണ്ട് ദൈനംദിനം നിങ്ങളുടെ ബിസിനസ്സിലെ ഓരോ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. താങ്ക് യു.